നീതി നിഷേധങ്ങൾക്കെതിരെ പോരാടുന്ന വാർത്താമാധ്യമങ്ങളും സാമൂഹിക നീതിക്കായി അലമുറ കൂട്ടുന്ന സമൂഹ മാധ്യമങ്ങളും സ്ത്രീ വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മാധ്യമ ലോകത്തെ സ്ത്രീ സാന്നിധ്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ശ്രീമതി മായ. സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. അഭിഭാഷകയും ചാനൽ അവതാരികയും TV പേഴ്സണാലിറ്റിയുമായ അഡ്വക്കേറ്റ് വീണ നായർ. വീണയും സ്വാഗതം ചെയ്യാം. ഞാനാണ് സ്ത്രീയിലേക്ക്. സ്വാഗതം വീണ. അഭിനേത്രിയും ആക്ടിവിസ്റ്റുമായ ഉഷ ചേച്ചി, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനാണ് സ്ത്രീയിലേക്ക്. എന്തുകൊണ്ട് മാധ്യമരംഗം തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. നമ്മൾ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവരുടെയും ചോദിക്കുന്നതാണ്, ഈ മേഖല, അവരവരായിരിക്കുന്ന ആ മേഖല തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം എന്താണെന്നുള്ളത്. തീർച്ചയായും അടുത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള കുട്ടികളോടുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എൻ്റെ കാലത്ത് 1985 ദൂരദർശൻ മലയാളം വാർത്ത തുടങ്ങിയത്. അന്ന് ഞാൻ TV പോലും കണ്ടിട്ടില്ല. അന്ന് മാധ്യമരംഗം എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ആ ഒരു സമയത്താണ് വെറുതെ പത്രത്തിൽ കണ്ടു, അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അപ്ലൈ ചെയ്തു, അങ്ങനെ ന്യൂസ് റീഡിങ് തുടങ്ങി എന്നുള്ളതല്ലാതെ അതിൻ്റെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത്. പിന്നീട് അങ്ങോട്ട് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നമ്മുടെ പ്രൊഫഷനായിട്ട് പോകാമെന്ന് തോന്നിയപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയി. ഏതാണ്ട് 33 വർഷത്തോളം ഈ മേഖലയിൽ ഞാൻ നിന്നു. വീണയിലേക്ക് പോവുകയാണെങ്കിൽ അഭിഭാഷകയാണ്, TV അവതാരകയാണ്. സ്വാഭാവികമായിട്ടും ലോ പഠിച്ച ഒരാളുടെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കൂടുതൽ പ്രാക്ടീസിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്താൽ പോരെ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ വളരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു TV കരിയറും വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലൊരു മീഡിയയോടുള്ള ഒരു താല്പര്യം തുടങ്ങിയത് എപ്പോഴാണ്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോ തുടങ്ങുന്നതിന് മുമ്പേ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അവതാരക ആവണമെന്നോ അല്ലെങ്കിൽ അവതരണം എൻ്റെ മേഖലയാണെന്നോ അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നു ഒന്നും എനിക്ക് അല്ല. യാദൃശികമായി വന്നു, ഒരു സ്ക്രീൻ ടെസ്റ്റിൽ ശരിയായി, അങ്ങനെ മുന്നോട്ട് പോയതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു വല്ലാതെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, അന്ന് ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇന്നും വലിയ വ്യത്യസ്തമല്ല. എൻറ്റയർ ക്രൂ ജെൻസ് മാത്രമാണ്. ഒരു പക്ഷെ നമ്മൾ മാത്രമായിരിക്കും ഒരു ഫീമെയിൽ. അന്ന് ആ ഒരു പ്രായത്തിൽ നമ്മൾ കടന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായും അവസരങ്ങൾ വന്നു, ചെയ്തു എന്നുള്ളതാണ്. ലോയിലേക്ക് വരുന്നത്, ആങ്കറിങ് ചെയ്യുന്ന സമയത്തും ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, ദിസ് വിൽ നോട്ട് ബി മൈ പ്രൊഫഷൻ ഫോർ ലൈഫ് ടൈം. സ്വാഭാവികമായും മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല ലിമിറ്റേഷൻസും മീഡിയയ്ക്ക് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓൺസ്ക്രീൻ. മായമ്മയുടെ എക്സെപ്ഷനാണ്, ഞങ്ങൾ ഈ കൂട്ടത്തിലേക്ക് പറയുന്നില്ല ഒരിക്കലും. എന്നിരുന്നാൽ പോലും സ്ത്രീകൾക്കൊരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് ഓൺ സ്ക്രീനിൽ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഒരു ഓൾട്ടർനേറ്റ് കരിയറിനെ കുറിച്ചും കൂടെ കൂടുതലായിട്ട് ചിന്തിച്ചത്. സ്വാഭാവികമായിട്ട് ഇതൊരു പ്രൊഫഷൻ ആക്കുക എന്നില്ല എന്നുള്ളത് നേരത്തെ ഉള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പഠനം തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ കൊണ്ടുപോകാന്നുള്ളത് ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ലോയ്ക്ക് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ കോടതിയിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ പരിപാടികളിൽ സജീവമായി നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം എപ്പോഴും പരിപാടി എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ പാഷൻ. ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ആ ഒരു ഹാപ്പിനെസ് ഫാക്ടർ തീർച്ചയായിട്ടും മാധ്യമത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സജീവമായി നിൽക്കാൻ ശ്രമിക്കുന്നത്. ഉഷേഷിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു 3 പതിറ്റാണ്ടിലേറെ കാലമായി വളരെ സജീവമായിട്ട് നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഓഫ് സ്ക്രീനിലും വളരെ ശക്തമായി അവകാശങ്ങൾക്ക് വേണ്ടിയും ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയുകയും ചെയ്യുന്നൊരു വ്യക്തിയുമാണ്. ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല, ഞാൻ എത്തിപ്പെടുകയായിരുന്നു. കാരണം അതിന് മുന്നോടിയായിട്ട് എനിക്കൊരു വാക്ക് കൂടെ എൻ്റെ എല്ലാ ഓഡിയൻസിനോടും പറയേണ്ടത്, എന്നെ അറിയാത്തവരാണ് എന്നെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ 14 വയസ്സിൽ കല്യാണം കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ, 17.5 വയസ്സിൽ ആക്സിഡൻറ്റിൽ ആ ഭർത്താവ് മരിച്ചു പോകാൻ വിധിക്കപ്പെട്ടൊരു സ്ത്രീ, എൻ്റെ കാസ്റ്റല്ലാത്ത. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പ്രണയമായിരുന്നു എന്ന്? അല്ല, അത് വലിയൊരു ട്രാജഡി പിറകിലുണ്ട്. അതിൽ 2 മക്കൾ. ആ വീട്ടിലും എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ആദ്യത്തുള്ള എൻ്റെ കുടുംബത്തും എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ 2 മക്കളെയും കൊണ്ട്, മോൾക്ക് 3 മാസവും മോന് 2 വയസ്സും കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു.
അങ്ങനെ ഞാൻ എല്ലാ പണിയും എടുത്തു മക്കളെ. പക്ഷേ അവിടെയൊക്കെ നമുക്കൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ശാപമുണ്ട്, അതൊരു സത്യമാണ്. ഒരു പെണ്ണ് അപ്പം മാനസികമായിട്ട് നമുക്ക് എന്ത് ജോലി ചെയ്താലും അവിടെ കൂലി കിട്ടണമെങ്കിൽ, ശമ്പളം കിട്ടണമെങ്കിൽ നമ്മളെ മറക്കേണ്ട സ്ഥലം വരും. അങ്ങനെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഞാൻ നാട് വിട്ട് ബാംഗ്ലൂർക്ക് പോവുക. എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഒരു കസിൻ്റെ വീട്ടിൽ, അവർ അവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. അവിടെ ചെന്ന് ജോലി പഠിക്കുകയും എൻ്റേതായിട്ടുള്ള ആ ഒരു കൈത്തൊഴിൽ വേണം, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അവരവിടുന്ന് ചെന്നൈയിലോട്ട് പോവുക. അപ്പോൾ എന്നോട് ചോദിച്ചു വരുന്നോ? പോവാതെ പറ്റില്ല, കാരണം എനിക്കൊന്നും അറിയില്ല. കാരണം വെറും 10ാം ക്ലാസ് മാത്രം പഠിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ പാർലറിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന ഡയറക്ടർ, ആ ഡയറക്ടർ എന്നെ ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, വാവ്, ഞാനെന്തിനാണ് ഈ കുട്ടിയെ വൃത്തിയാക്കാൻ വരുന്നത്? ഈ കുട്ടിക്ക് എൻ്റെ പടത്തിലെ ഹീറോയിനാകാമല്ലോ. അങ്ങനെ ആ പടത്തിലെ ഹീറോയിനാകുന്നു. അതിനുശേഷം ഇഷ്ടംപോലെ പടങ്ങൾ. എന്നെ പടത്തിൻ്റെ നല്ല സിനിമയുടെ ഒന്നും അറിയാത്ത എന്നെ മിസ്യൂസ് ചെയ്തവർ, എന്നെപ്പോലെയുള്ള ആളുകളെ വെച്ചിട്ട് ബാക്കി പത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇത് ഞാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ കരിയർ തകർത്തവർ എല്ലാവരും ഇന്ന് സമ്പന്നരായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഇന്നും ഇതേപോലെ തന്നെ ജീവിക്കുന്നു.